शुरू अल्लाह के नाम से जो बड़ा मेहरबान निहायत रहम वाला है। അഹദുഹ നേരത്തെ പറഞ്ഞില്ലേ, വലഹാ ശുറൂത്തുൻ, ഹജ്ജ് ഉംറ വാജിബാകുന്നതിന് പല ഷർത്തുകളും ഉണ്ട്. സ്വയം ചെയ്യൽ വാജിബാകുന്നതിന് അഹദുഹ, ആ ശുറൂത്തിൽ നിന്ന് ഒന്ന്, വുജൂദു സാദി വഅഉഇയതിഹി, വുജൂദു സാദി ഭക്ഷണം എത്തിക്കുക, വഅഉഇയതിഹി വിആഉൻ ജംഉ ഔഇയത്ത്, പാത്രങ്ങളും എത്തിക്കുക. വുജൂദു സാദി വഅഉഇയതി എന്താണ്? എത്ര ഉൾപ്പെടെ ഹത്ത സുഫ്രത്തി, ബേഗ് ഉൾപ്പെടെ സാധനങ്ങൾ വാരിക്കെട്ടാനുള്ള ബേഗാണ് സുഫ്രത്ത്, അത് ഉൾപ്പെടെ എത്തിക്കണം. ഈ മസല അതുപോലെ നഫ്സിഹി വഗൈരിഹാ, സ്വന്തം ശരീരത്തിൻ്റെ ചിലവുകൾ അല്ലാത്തവരുടെ ചിലവുകളും, വഗൈരിഹാ എന്ന് പറഞ്ഞാൽ നഫ്സിലേക്ക് മടക്കണം, നഫ്സല്ലാത്തവരുടെ ചിലവ്. മിമ്മാ യുഹ്താജു ഇലൈഹി ഫീ ദഹാബിഹി വഇയാബിഹി, എന്താണ്? ഫീ ദഹാബിഹി വുജൂദു സാദ്, ഫീ ദഹാബിഹി വുജൂദു സാദിലേക്ക് മടക്ക്, ഫീ ദഹാബിഹി പോകുമ്പോൾ, ഇയാബിലും, ഐ അഖല്ലി മുദ്ദത്തിൻ യുംകിനു ഫീഹാ ദാലിക ബിസൈരിൽ മുഅ്താദി അൽ ആതി മിൻ ബലദിഹി എന്നാണ് മുറാദ്. എന്താ വെക്കേണ്ടത്? ഏറ്റവും ചുരുങ്ങിയത് ഹജ്ജിന് എത്ര കാലം താമസിക്കാനും പോകാനുമുണ്ടോ അത്രയും കാലം. ഐ അതായത് അഖല്ലി മുദ്ദത്തിൻ യുംകിനു ഫീഹാ ദാലിക, എന്താണ്? ഹജ്ജ് ഉംറ പൂർത്തിയാക്കാൻ സാധിക്കും ആ കാലയളവിൻ്റെ ഉള്ളിൽ, അത്രയും കാലം. ഫീ ദഹാബിഹിൻ്റെ ബദ്ധം വുജൂദിലേക്ക്, അത് തന്നെ ബിസൈരിൽ മുഅ്താദി, സാധാരണഗതിയിലുള്ള സഞ്ചാരം കൊണ്ട്. ഏത് രൂപത്തിലാണോ ഇവ പുറപ്പെടാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലുള്ള സഞ്ചാരം. കപ്പലിലാണെങ്കിൽ ദിവസം അധികം പിടിക്കൂ, പ്ലെയിനിലാണെങ്കിൽ കുറേ കുറയൂ. ഹർക്കുല്ലാദത്തായ പറക്കലൊന്നും ഇവിടെ കണക്കൂട്ടാൻ പറ്റുമോ? പിന്നെ മിൻ ബലദിഹീൻ, മിൻ ബലദിഹീൻ ഇവിടെ നിന്നുള്ള സഞ്ചാരം പോരാല, ഇലാ ബലദിഹീൻ വരൂലേ, മക്കയിൽ നിന്ന് തിരിച്ചും വേണ്ടേ? അതും ഒരു പ്രശ്നം തന്നെയല്ലേ. മിൻ ബലദിഹി വൈലാ ബലദിഹി വേണ്ടേ? വക്കീല, ഒരു കീല പറയുന്ന ബന്ധുക്കൾ ആരും തന്നെ ഇല്ലെങ്കിൽ തിരിച്ചു മടങ്ങാനുള്ള ഒരു ചെലവും വേണ്ട പോലും, അങ്ങോട്ടേക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഹജ്ജ് കഴിഞ്ഞിട്ട് അവിടുന്ന് എന്തെങ്കിലും ജീവിതം നോക്കാവുന്നു, റിട്ടേൺ ടിക്കറ്റ് നോക്കേണ്ടതില്ല. ബന്ധു ഇല്ലെങ്കിൽ മത്തിന വേറെന്തെല്ലാം ഉണ്ടല്ലേ. മഅ മുദ്ദത്തിൽ ഇഖാമത്തിൽ മുഅ്താദത്തി ബി മക്ക, ഏതോടൊപ്പം അത്രയും വേണം. അഹാദാ ഈ പറഞ്ഞത് ഇലാ മൂനത്തിനെല്ലാം പറഞ്ഞില്ലേ, അത് ആമുൻ ബഅദ ഖാസിൻ, എന്താണ്? വുജൂദു സാദി വഅഉഇയതിഹി എന്നത് ഖാസല്ലേ, മൂനത്തിൽപ്പെട്ട തന്നെയല്ലേ ഇത്. അപ്പൊ ഖാസ് പറഞ്ഞ ശേഷം എന്തായി? ആമ് പറഞ്ഞു. ഹിക്മത്ത് ദിക്രിൽ ഖാസി, ഇനി ചോദ്യം, എന്നാ ആമ് പറഞ്ഞെല്ലാം പെട്ടില്ലേ, ഒഴിവാക്കിക്കൂടെ? ഏത്
എങ്കിൽ പിന്നെ എന്തിനാ ഖാസ് പറയേണ്ട ആവശ്യം? പറയണം. അത് ഉറൂദുഹു, ആ ഖാസ് വന്നുപോയി ഫിൽ ഖബർ അല്ലദീ സഹഹഹു ജമ്മുൻ വളഅഫഹു ആഖറുന. ഒരു വിഭാഗം സഹിയാക്കുകയും സഹിയല്ല എന്ന് പറയുകയും ചെയ്യപ്പെട്ടതായ ഹദീസുണ്ട്. അതിലെന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഇല അനി സബീൽ, അതിനെ പറ്റി ചോദിക്കപ്പെട്ടു. ഖുർആൻ ആയത്തിൽ ആലി ഇംറാൻ 97 ഒരു സബീൽ എന്ന വാക്കുണ്ടല്ലോ. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാ ഇലൈഹി. അവിടെ സബീൽ എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്താണ്? ആലി ഇംറാൻ 97 എന്ന് ചോദ്യം വന്നു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്സാദു വറാഹിലത്തു. എന്താ തഫ്സീർ കൊടുത്തത്? ഖുർആനിൽ പറഞ്ഞ സബീല് കൊണ്ട് മുറാദ് എന്താണ്? ഹക്കീം റിവായത്ത് ചെയ്തിട്ടുണ്ട്, തിർമിദി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാക്ക് പരിഗണിച്ചുകൊണ്ടാണ് ഫുഖഹാ ആദ്യം ഏതെണ്ണെന്ന് അത് എണ്ണി പറയുന്നത്. മൊത്തത്തിൽ പറഞ്ഞാലെല്ലാം പെടുമായിരുന്നു, പക്ഷെ അങ്ങനെ ഒഴിവാക്കൽ ശരിയുണ്ടാ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം തംബീഹാക്കിയ പോയിന്റാണേത്? ദാദും കണക്കന്നല്ലേ. വക്കീല പറയപ്പെട്ടിരിക്കുന്നു, മുഹത്തമതിൻ്റെ എതിരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങാനുള്ള ചെലവുണ്ടെങ്കിലേ പോണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അങ്ങനെയല്ല, പിന്നെ ഇവിടെ മടങ്ങി വരേണ്ട നിർബന്ധം ഉണ്ടെങ്കിലേ മടങ്ങണ്ടു. ഇല്ലെങ്കിൽ അങ്ങേക്ക് ഉള്ളത് പൂർത്തിയായാൽ തന്നെ എന്ത് വാജിബായി? ആ, അവിടെയും ജീവിക്കാലോ. പക്ഷെ ഈ കാലഘട്ടത്തിൽ അതൊന്നും നടക്കൂല. അവിടെയും ജീവിക്കാൻ പെർമിറ്റ് കിട്ടുമെങ്കിൽ അങ്ങനെ മതിയല്ലോ. പിന്നെ മടങ്ങാനുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ടോ? അവിടെ താമസിക്കാൻ വിടൂലെങ്കിൽ പിന്നെ ഈ ചർച്ച പറഞ്ഞിട്ട് പോലെ ഉണ്ടാ? അവിടെ എങ്ങനെങ്കിലും പതുങ്ങി നിൽക്കാൻ സാധിക്കും പോലും. എന്നാൽ അവൻ എന്ത് മതി പോലും ഉജുവാകാൻ വേണ്ടി മതി. എന്ത് വേണ്ട? ഇല്ലം യകുല്ലഹു, അവന് ഇല്ലെങ്കിൽ ബി വലദിഹി അഹ്ലുൻ, കുടുംബക്കാർ ആരും ഇല്ല. ഈ ഹജ്ജിന് പുറപ്പെടുന്ന നാട്ടിൽ എന്തില്ല? ആ, ഇതെന്താ അഹ്ലി എന്ന് പറഞ്ഞാൽ? ചിലവെടുക്കൽ നിർബന്ധമായവർ എന്നർത്ഥം. അഹ്ലി ഭാര്യ പെട്ട്, മക്കള് പെട്ട്, മാതാപിതാക്കള് പെട്ട്. അഹ്ൽ മൻ തജിബു നഫഖതുഹും വഅശീറത്തുൻ, അശീറത്തും ഇല്ലെങ്കിൽ വഅശീറത്തുൻ, അവിടെ ഹിയ ബിമാന ഔ വഅശീറത്തുൻ എന്ന് പറഞ്ഞാൽ ഔന്റെ മാനയാണ്. എന്തേ? ലിഅന്ന വുജൂദ അഹദിഹിമാ കാഫിൻ ഫിൽ ജസ്മി ബിശ്തിറാത്തി ദാലിക. ഒന്നിക്കിൽ അഹ്ലി അല്ലെങ്കിൽ അശീറത്ത്. അശീറത്ത് എന്ന് പറഞ്ഞാൽ കരിബ്. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ മടങ്ങാനുള്ള കാശ് വേണം എന്ന് തീരുമാനമില്ലേ? അപ്പോൾ ഇവിടെ വാവാ വേണ്ടത് ഔവ. ഔ. അതേ സമയത്ത് നഫീന്റെ സ്ഥാനത്തോ? നഫീന്റെ സ്ഥാനത്ത് ഇസ്ബാത്തിന്റെ ജാനിബും നഫീന്റെ ജാനിബും ഉണ്ട്. ഒന്നിക്കിൽ അഹ്ലി അല്ലെങ്കിൽ അശീറത്ത് ഉണ്ടെങ്കിൽ മടങ്ങാനുള്ള ചെലവ് വേണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നിക്കിൽ അശീറത്തില്ല, അല്ലെങ്കിൽ അഹ്ലില്ല എന്നാണ്. ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ മടങ്ങണ്ട എന്നാണ്. രണ്ടുമില്ല എടുക്കണ്ടേ? അപ്പൊ അവിടെ വാവന്നെ വേണ്ടത്, നഫീന്റെ വായനയിൽ പറഞ്ഞ മനസ്സിലാക്ക്. ഇവ പോകുന്ന നാട്ടില്, പുറപ്പെടുന്ന നാട്ടില് ഒന്നിക്കിൽ അഹ്ലി അല്ലെങ്കിൽ അശീറത്ത് ഉണ്ടെങ്കിൽ മടങ്ങാനുള്ള ചാർജ് വേണ്ടേ? ആടാവുക വേണ്ടത്. അതിന്റെ എക്സ് മസാല എടുക്ക്. എന്താ? അഹ്ലോ അശീറത്തോ ഇല്ലെങ്കിൽ മടങ്ങേ വേണ്ട. അങ്ങനെയാ? അങ്ങനെ മസാല പൂർത്തിയാവോ? പിന്നെ രണ്ടുമില്ലാണ്ട് എടുക്കണ്ടേ? അപ്പൊ ആ ജാനിബിൽ വാ തന്നെയാണ്.
മടങ്ങൽ നിർബന്ധമില്ല, അവിടെ നിൽക്കാലോ എന്ന് പറയണ്ടെങ്കിൽ അഹിലും ഇല്ലാതിരിക്കണം, അസീറത്തും ഇല്ലാതിരിക്കണ്ടേ. അപ്പൊ നഫീന്റെ ജാനബിൽ എന്തെന്നെ വേണോ? വാവ്. അല്ലെങ്കിൽ അർത്ഥം കുഴപ്പത്തിലാവും. എന്താവും അർത്ഥം? ഒന്നുണ്ട് ഒന്നില്ല, എന്നാലും മടങ്ങണ്ടെന്നാവും. അങ്ങനെയാണോ? ഇല്ല. പുറപ്പെടുന്നിടത്ത് കണക്കന്നെ. ഒന്നിക്കിൽ അഹില് അല്ലെങ്കിൽ അസീറത്ത് ഉണ്ടെങ്കിൽ മടങ്ങാനുള്ള കാശ് ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ഇസ്ബാത്തിന്റെ ജാനിബ് വന്നത്. എന്നിട്ട് വഹും അസീറത്ത് കൊണ്ടുള്ള മുറാദ് എന്താ? മുത്തലഖൻ, അവർ ഇറസുള്ളവരായാലും ഇല്ലാത്തവരായാലും അതൊന്നും ഇവിടെ നോക്കൂല. ബന്ധുക്കൾ അല്ലേ? ലം തുഷ്തറത്ത് നഫഖത്തുൽ ലിയാബീൻ, ഇവന്റെ ഹക്കിൽ ഷർത്താക്കപ്പെടുകയില്ല മടങ്ങാനുള്ള ചിലവ്. അത് കണ്ടെത്തേണ്ടതില്ല. അതിന് മുമ്പന്നെ എന്തായി? ഹജ്ജ് വുജൂബായി. അബ്ബറ മുസന്നിഫ് ഇബാറത്തിട്ടു ബിഹ, നഫഖ എന്ന് ഇബാറത്തിട്ടു. ബഅദ തഅബീരിഹി, ഇതിന് മുമ്പ് ഇബാറത്തിട്ടതിന് ശേഷം ബി മുഹ്നത്തിൻ, നേരത്തെ ഉപയോഗിച്ച സീഖ എന്താ? ഇവിടെയോ നഫഖ എന്ന് പറഞ്ഞാൽ ഭക്ഷണമെന്നല്ലേ. മുഹ്ന എന്ന് പറഞ്ഞാൽ എല്ലാ ചെലവും പെട്ടില്ലേ. അപ്പോൾ മുസന്നിഫ് റഹിമഹുള്ള ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ. എന്ത്? ലിയുബയ്യിന അന്നൽ മുറാദ ബിഹിമാ വാഹിദുൻ, ആ സ്ഥലത്തും ഈ സ്ഥലത്തും അയമാണ് മുറാദ്, ഖാസ് അല്ല. ഇവിടെ ഭക്ഷണം മാത്രം മുറാദ് വെച്ചുകൊണ്ട. പിന്നെ ഇവിടെയും നഫഖ കൊണ്ടുള്ള മുറാദ് മൂനത്ത് തന്നെയാണ് നീട്ടിയില്ലേ. നമ്മൾ ഈ ചർച്ച കേൾക്കുമ്പോൾ അല്ല ഭക്ഷണം മാത്രമാണെന്ന് ഊഹിക്കാനുണ്ടോ ഇവിടെ? ഹുവ മഫ്ഹൂമുൽ മുനത്തി അൽ അമ്മി, മൂനത്ത് എന്നർത്ഥം. അത് നഫഖയെ കാണാൻ അഹമാണ്. അതാണ് ഇവിടെ മുറാദ്. ഖാസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് തന്നെയാണ് മുറാദ് എന്ന് വിളിച്ചോതുന്നുണ്ട്. മുസന്നിഫിന്റെ നേരെയുള്ള ആക്ഷേപം പോയി. നഫഖ എന്ന് വാർത്തിട്ടത് പോരായ്മയാണ്, കുറച്ചും കൂടെ വ്യാപ്തി കൂട്ടണം. നഫഖയിൽ ഭക്ഷണം മാത്രമേ പെടുള്ളൂ. അങ്ങനെ ഒരു ചർച്ച ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത് കുഴപ്പാക്കിയിട്ടുണ്ട്. നഫഖ എന്ന് പറഞ്ഞാൽ തിരുത്തിയിട്ട് എന്താക്കണം പോലും അങ്ങനെ ആവശ്യമുണ്ടോ? അൽ ഇയാബി, മടങ്ങുന്നതിൻ്റെ ചെലവ് അവൻ കണ്ടെത്തേണ്ടതില്ല. അതിനു മുമ്പ് തന്നെ എന്തായി? ഐ ഖുദ്റത്തുഹു അലാ മൂനത്തീൻ, ഐ ഖുദ്റത്തുഹു അവന് ആവത് ചർത്താക്കപ്പെടുകയില്ല. അലാ മൂനത്തി, മൂനത്തിൽ ഇയാബീൻ അള്ളാഹ് സങ്കല്പിക്കണോ? മൂനത്തി, അതിന്റെ ബാക്കി അല്ലിയാബി ഉണ്ടല്ലോ. ആ ചിലവെന്തിനാൽ മിന സാദി വറാഹിലത്തി, ഭക്ഷണം വാഹനം. ലിസ്തിവായി കുല്ലിൽ ബിലാദി ഇലൈഹി ഹീനൈദി, എല്ലാ രാജ്യങ്ങളും സമമാണ് അവനിലേക്ക്. ഇലൈഹി ഹീനൈദി, അഹ്ലും ഇല്ല, അതുകൊണ്ട് മടങ്ങാൻ വേണ്ടി ഉത്സാഹിക്കണ്ട. എങ്ങനെയെങ്കിലും ഹജ്ജിന് അവിടെ എത്തിപ്പെട്ടാൽ മതി പോലും. ഇന്ന് ഹീലുണ്ട്. വറദ്ദൂഹു, ആ കൗലിനെ അവർ തള്ളി. അങ്ങനെയല്ല, ആരും ഇല്ലെങ്കിൽ തന്നെ എന്ത് വേണം? അതെ, നാട് മാറി താമസിക്കുന്നതിലുണ്ട് ഏകാന്തത. ومشقة فراق الوطن المألوف بالطبيعي, പ്രകൃതി കൊണ്ട് ഇണങ്ങിച്ചേർന്ന സ്വന്തം നാട് വിട്ടുപിരിയുന്നതിൽ എന്തുണ്ട്? അതുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കണ്ട, അവൻ എന്തും കൂടി കരുതട്ടെ, എന്നാലേ പോകേണ്ടതുള്ളൂ എന്നല്ലേ മസല. വയോഖതുമിന്ദാലിക്ക, ഈ റദ്ദിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? അന്നൽ കലാമ ഫീമൻ ലഹു വതനുൻ വനവർ റുജൂഅ ഇലൈഹി ഔ ലം യൻബി ശയ്യാ,
ഈ ചർച്ച ആരെ പറ്റിയേ ഉള്ളൂ? വത്തനുള്ളവനെ പറ്റി. ഇല്ലാതെ ആളെ പറ്റി ഈ കീല ഉണ്ടാവോ? അവന് പിന്നെ അടത്താനുള്ളതേ വേണ്ടു. വത്തനില്ല പോലും, എത്തിയടുത്ത് കിടന്നിറങ്ങലാന്ന് പോലും അവൻ്റെ ജീവിതം. എങ്കിൽ ആ കീലയാക്കേണ്ടതുണ്ട് അവിടെ. എല്ലാവരും പറയും മടങ്ങാനുള്ള വേണ്ട. ഇതാരെ പറ്റിയാ ചർച്ച? അത് തന്നെ മടങ്ങാനുള്ള മനസ്സുണ്ടെങ്കിലല്ലേ. വത്തനുണ്ട്, അഹിലുണ്ട്, അഷീറത്തുണ്ട്. മടങ്ങാൻ മനസ്സില്ലെങ്കിൽ ഈ കീല പറയേണ്ടതുണ്ടോ? ഇത്തിഫാഖ് തന്നെ അല്ലേ, അങ്ങെത്തിയാ മതി. ഓ ലം യൻവി ചെയ്യാ, അല്ലെങ്കിൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല, എന്നാ മടങ്ങണം എന്നുള്ളതാണ് അവിടുത്തെ ലാഹിർ. മടങ്ങൂല എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഈ കീല പറയാനുണ്ടാ? വതൻ എന്നങ്ങനെ തീരുമാനിക്കല്. വതൻ അത് ഫിൽ ജുമുഅത്തി. ജുമുഅന്റെ വാവിൽ എന്തൊക്കെ പറഞ്ഞോ അതന്നെ 2435 എന്നിട്ട് അവിടെ പറയും ചെയ്തിട്ടുണ്ട് ഈ കലാമ് ഹജ്ജിനും ഉപകരിക്കുന്നു. നാട്ടുകാരെ കൊണ്ടാണ് ജുമാ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് 2435 ബയാൻ. അതന്നെയാണ് ഇവിടുത്തെ മുറാദ്. നാട് എന്ന് പറഞ്ഞാൽ അവൻ അതിഥിയായി പോയി നിൽക്കുന്ന നാടല്ല പോലും. മടങ്ങാനുള്ള കാശ് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അവന് സ്ഥായിയായി നിൽക്കാനുള്ള നാടാണ് അല്ലേ. അവൻ ഒരുത്തൻ അവനെന്തില്ല, എന്നാ നോക്കാനുണ്ട്. മക്ക മദീനയിൽ അവന് തീറ്റ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ഇന്ന മസാല, കൊടുക്കാൻ ആളില്ല എന്ന വേറെ മസാല. ഫമൻ ഒരുത്തൻ ലാ വതന ലഹു, അവനെന്തില്ല, വതനില്ല. പക്ഷേ വലഹു അവനുണ്ട് ബിൽ ഹിജാസ്, ഹിജാസ് നാട്ടിൽ മക്ക മദീന പ്രദേശത്ത് മായുഗ്നീഹി എന്നുണ്ട്. അതിനെ കാണാൻ നല്ല റിവായത്ത് മായുഖീതുഹൂൻ, ഭക്ഷണവും പാർപ്പിടവും കൊടുക്കാൻ ആളുണ്ട്. അഖാത്ത വേണ്ടതൊക്കെ നൽകി. എന്നാൽ അവിടെ പിന്നെ തർക്കമേ ഇല്ല, ഏത് കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല. വേണ്ട ലിസ്റ്റിവായി സായിലിൽ ബിലാദി ഇലൈഹി, ഈ പുറപ്പെടുന്ന നാടും അവൻ എത്തിച്ചേരുന്ന നാടും എല്ലാം അവന് തുല്യല്ലേ, അവനെ സ്വീകരിക്കാൻ ആളില്ലേ. വകദ ഇതേ പ്രകാരം തന്നെയാണ് മൻ അവൽ ഇസ്തിത്വാന, ഹജ്ജ് ഉംറയ്ക്ക് ശേഷം അവൻ തീരുമാനിക്കും ഇങ്ങോട്ട് വരൂല. എന്താ എന്നാൽ വേണ്ട, മടങ്ങേണ്ടത് ഉണ്ടാക്കേണ്ടതില്ലല്ല. ഇതേപോലെയാണെന്ന് പറഞ്ഞാൽ വത്തനില്ലാതെ ആളെപ്പോലെ, വത്തനില്ലാണ്ട് മക്കയിൽ തന്നെ നിൽക്കാൻ ഉറപ്പിച്ച ആളെപ്പോലെ, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുന്ന ആളെപ്പോലെ. ഇജാസിൽ ഭക്ഷണം കിട്ടുന്ന അതേ ആളുടെ വിധി അല്ലേ. അല്ലെ മക്കൻ്റെ കുറുബിൽ ത്വായിഫിലോ ജിദ്ദയിലോ എവിടെ തങ്ങി നിന്നോളാന്ന് പറയും. എന്നാ മടങ്ങേണ്ടുന്ന പ്രിപ്പറേഷൻ വേണ്ട. വലൂലം യജിദ് മാ ദുക്കിറ, ഇതൊന്നും എത്തിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താ വേണ്ടത്? ഇതിനൊന്നും വകയില്ല പോലും. എന്നെന്താ ചെയ്യാ? ജോലി എടുത്താൽ ആ ജോലി കൊണ്ട് തന്നെ ഹജ്ജ് പൂർത്തിയാകുമെന്ന് നോക്കണം. എന്നാൽ ഹജ്ജ് വാജിബായ ആളായി. കൊല്ലം പോകുന്നെങ്കിൽ പോയിക്കോ, അല്ലെങ്കിൽ പിന്നെ പോയിക്കോ. ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടത്. ജോലിയോടൊപ്പം ഇതും ഹജ്ജും ഉംറയും കിട്ടുമെങ്കിൽ പോണ്ടേ. അവൻ അഖിലിൽ വുജൂബായില്ലേ, കൊല്ലം തന്നെ പോണോന്നല്ല പറയും. അവന് വുജൂബ് എഴുതി വെക്കുമോ ഇല്ലയോ? അവൻ തയ്യാറാകുന്ന നമ്മൾക്ക് പൈസ കിട്ടിയാലേ ഞമ്മൻ പോക്ക്. അങ്ങനെയും പോവല. പിന്നെ അത് പണിയെടുക്കണമെന്ന് പറയും. പണിയെടുത്തിട്ട് ആവുമെങ്കിൽ പണിയെടുക്കണമെന്ന്, പണിയെടുത്തിട്ട് തന്നെ പോകണമെന്നാ. ഈ താഴെ പറയുന്ന മസല എന്താണ്? ജോലി ചെയ്താൽ അവന് ഹജ്ജും കൂടി കരസ്ഥമാകും, ജോലിയും ആകും. യാത്ര പോകുന്നതോറും എന്തെങ്കിലും ജോലിയുണ്ട് അവനിക്ക്. ഭക്ഷണം പാകം ചെയ്യുന്നതോ മുടി നീക്കി കൊടുക്കുന്നതോ
വസ്ത്രം അലക്കി കൊടുക്കുന്നതോ എന്തെങ്കിലും ജോലിയുണ്ട് പോലും, ആ ജോലിയോടൊപ്പം ഇങ്ങനെ എന്താവും, ഹജ്ജിൻ്റെ സീസൺ അങ്ങനെ തീർന്നു പോകും. എന്നാൽ ഹജ്ജ് ഉജൂബായില്ലേ? ഈ ജോലിയും ചെയ്തുകൊണ്ട് ഇതേ കൊല്ലം പോണോ എന്നെല്ലാം മുറാദ്. അഖിലുൽ ഉജൂബായി. പോക്ക് അടുത്ത കൊല്ലം വേറെ പോയിക്കോ, ജോലി ചെയ്യാണ്ട് പോയിക്കോ. ഉജൂബ് എഴുതി വെച്ചില്ലേ? അത് പറയുന്നുണ്ട്. വലൗലം യജിദ് മാ ദുകിറ ലാകിൻ കാന യക്സിബു ഫി സഫരി, അവൻ സഫറിൽ സമ്പാദിക്കും ആ യഫി ബിസാദി വഗൈരിഹി മിനൽ മുഅനി, ചിലവിനാവശ്യമായ സർവ്വതും അവൻ നേടും. വസഫറുഹു തവീലുൻ, അവൻ്റെ യാത്ര എന്ന് പറഞ്ഞത് എന്താ? എന്നാലും യുകല്ലഫ് അൽ ഹജ്ജ, അവനോട് നിർബന്ധിക്കാൻ പറ്റൂല, ഉജൂബില്ല. എന്തേ? അവൻ പരിശോധിക്കാൻ വേണ്ടി, ഞാനിങ്ങനെ പുറപ്പെട്ടാൽ എൻ്റെ ഈ സഫറോടൊപ്പം ജോലിയും നടക്കും, ഹജ്ജും ആകും, പക്ഷെ യാത്ര വലുതാണ്. എന്നാൽ അവൻ ഹജ്ജ് ചെയ്യൽ ഉജൂബായ അഹ്ലായോ? ഇക്കൊല്ലം പോണോ വേണ്ടിയോ എന്നല്ല ചോദ്യം. ഉജൂബില്ല, ഉണ്ടാവില്ല എന്നാണ്. ഈ രൂപത്തിലാണ് അവൻ്റെ അവസ്ഥ പോലും. നേടിവെച്ച സമ്പത്തൊന്നുമില്ല, തീർച്ചയായും ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എന്നാലും മുമ്പ് കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളെല്ലാം അങ്ങനെ പോയിട്ടില്ലേ? എന്തൊക്കെ ജോലികൾ ഈ 60 ദിവസത്തെ യാത്രയിൽ എന്താകും പോലും കപ്പലിൽ വെച്ച് കിട്ടുന്നുണ്ട്. മുസാഫിരീങ്ങളുടെ കയ്യാലെ സമ്പത്ത് കിട്ടും. അതായി പറഞ്ഞത്. നേടിവെച്ച നയാ പൈസ ഇല്ല. സഫറിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞാൽ ജോലി എടുക്കാൻ അറിയാം, സാധിക്കും, ജോലി കിട്ടാനുണ്ട്. ദീർഘയാത്രയാണ്, എന്നാ ഹജ്ജ് പോക്ക് നിർബന്ധമുണ്ടാ? എന്തേ? വൈൻകാന യക്സിബു ഫീ കുല്ലി യൗമിൻ കിഫായത അയ്യാം, ഒരു ദിവസം തന്നെ പല ദിവസത്തെ പൈസ കിട്ടും. അന്നന്ന് തീരാനുള്ളതൊന്നല്ല കിട്ടല്. എന്നാലും പോകണ്ട. എന്തേ പോകണ്ട? രണ്ടും കൂടി വെച്ച് കെട്ടുമ്പോൾ എന്തായി? സഫറുമായി കസ്ബുമായില്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു ഹജ്ജ് ഉജൂബാക്കലുണ്ടോ? ഇല്ല. ഇനി വൈ കസുറ സഫറുഹു, ചെറിയ ദൂരമേ ഉള്ളൂ എങ്കിലോ? ചെറിയ ദൂരത്തിലുള്ള സഫറായി കൂട്ടോ? അപ്പൊ ഇവൻ ഐശ്വര്യവാൻ തന്നെയാണ്. ജോലി കൊണ്ട്, ജോലിയിൽ നിന്ന് എല്ലാം കിട്ടുമല്ലോ, ജോലി കിട്ടാൻ സാധ്യതയുണ്ടല്ല. ഇപ്പൊ എന്താ? ഓ, ഇക്കൊല്ലം തന്നെ ഹജ്ജ് വാജിബായില്ലേ? പിന്തിക്കൽ അവന്റെ ഇഷ്ടം. അവൻ ഹജ്ജ് ചെയ്യേണ്ട ആളായില്ലേ? ദൂരമറാലത്തെ മക്ക വഹുവ യക്സിബു, അവൻ നേടും ഫി യൗമിൻ അവലിൻ മിൻ അയ്യാമി സഫരിഹി, ഫി അവൽ യൗമിൻ മിൻ അയ്യാമി സഫരിഹി എന്നർത്ഥം. ആദ്യത്തെ 1-ാം ദിവസത്തിൽ തന്നെ എന്ത് കിട്ടും? എല്ലാം ഉണ്ടാകും. കുറെ ദിവസത്തേക്ക് കിട്ടും. എന്നാ പിന്നെ ഉറപ്പ് പോകണം. അത് തെറ്റല്ല, അങ്ങനെയാ. ഓരോ യൗമിലും പുറപ്പെട്ടിടം മുതൽ തിരിച്ചു കയറുന്നവരെ ഓരോ ദിവസവും കുറേ നാളത്തേക്കുള്ള പിരിവ് കിട്ടും. അങ്ങനെ വേണം. പിന്നെ കുറേ ദിവസം കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത ഉണ്ട് പോലും. അതുപോലെ ഓരോ ദിവസവും എത്രയോ സമ്പാദിക്കണം, അങ്ങനെയും ഉണ്ടാവും. പിന്നെ കിഫായത്ത് അയ്യാം എന്നാ കുല്ലിഫ അസഫറ ലിൽ ഹജ്ജി, അവനോട് നിർബന്ധിക്കപ്പെടും. ഏതിന്? മഅൽ കസ്ബി ഫീഹി വൈൻ നാസ ഫീഹിൽ അദ്റായി വഅതാല. ഇതിൽ ആര് തർക്കിച്ചെങ്കിലും ശരി, അദ്റായി തർക്കിക്കുകയും നീട്ടിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവനും എന്ത് നിർബന്ധമില്ല ഇല്ലാന്ന്. അത് ശരിയാണോ? പിന്നെ നിർബന്ധമാകാൻ കാരണം എന്ത്? ലിന്തിഫായിൽ മശക്കത്തി ഹീനയിദിൻ, സഫർ ചെറുതാകുമ്പോൾ എന്തില്ല? ഇല്ല. അപ്പൊ ആരെ പോലെ തന്നെ ആയി? മുഖീമിനെ പോലെ തന്നെ
ഈ സഫർ എന്ന് പറയാനുണ്ടോ ഇവിടെ? അപ്പോൾ ജോലി ചെയ്തിട്ട് ഹജ്ജ് ചെയ്യലായി. ഫഉദ്ദ മുസ്തത്തിയാൻ, ഇവനെ എണ്ണപ്പെടും എന്തായിട്ട് തന്നെ? മുസ്തത്തിയായിട്ട്. وبحث ابن النخيب, ابن النخيب എന്നവർ ചർച്ച ചെയ്തു അന്നൽ മുറാദ ബി അയ്യാമിൻ, ഇവിടെ അയ്യാം എന്ന് പറഞ്ഞില്ലേ, കുറേ ദിവസത്തെ പണം ഒരു ദിവസം കൊണ്ട് തന്നെ സ്കോർ ചെയ്യുന്നു. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. അപ്പോൾ ഒരു ജോലി എടുക്കലിന് എത്ര ദിവസത്തേക്ക് കിട്ടും? അതാണ് ഇവിടെ മുറാദ്. വല്ലസ്നവിയ്യു അഖ്ദൻ മിൻ കലാമിഹിം വസറഹ ബിഹി ഫി ദഖായിരി അന്നൽ മുറാദ അയ്യാമുൽ ഹജ്ജി, 3 ദിവസം എന്നതിനെ ഗണ്ണിച്ചുകൊണ്ട് അസ്നവി പ്രഖ്യാപിച്ചു. അസ്നവി എന്താ പറയേണ്ട ആവശ്യം? അഖ്ദൻ മിൻ കലാമിഹിം, അവരുടെ കലാമിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് വസറഹ ബിഹി ഫി ദഖായിരി, ഫുഖഹാക്കളുടെ കലാമിൽ നിന്ന് പിടിച്ചെടുത്ത മാത്രമല്ല അത് ദഖായിരിൽ തീർത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതിൽ നിന്നാണ് പിടിച്ചത്, പറഞ്ഞിട്ടും ഉണ്ട് എന്നല്ല. അസ്നവി ബഹ്സ് ചെയ്തു അഖ്ദൻ മിൻ കലാമിഹിം, ഫുഖഹായിൻ്റെ കലാമിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട്. കൂടാതെ വസറഹ ബിഹി ഫി അദ്ദഖായിർ, അദ്ദഖായിർ എന്ന കിതാബിൽ ശരിയാക്കി പറഞ്ഞതിൽ നിന്നും പിന്നെ പിടിക്കാനുണ്ടാവില്ല. ശരിയാക്കി പറഞ്ഞതിൽ പിടിക്കാനുണ്ടാവില്ല. ഫുഖഹായിന്റെ കലാമിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തത്, കൂടാതെ നേരെടുത്തത്. ദഖായിർ ഇൽ ഖാദി അബിൽ മആലി മുജല്ല ഇബ്നു ജുമൈ അൽ മഖ്സൂമി അൽ മിസ്രി. അൽ ദഖായിർ എന്ന കിതാബിൻ്റെ മുസന്നിഫ് അൽ ഖാദി അബുൽ മആലി മുജല്ല ഇബ്നു ജുമൈ അൽ മഖ്സൂമി അൽ മിസ്രി. മുജല്ല അത് നമ്മുടെ 2ാം ജുസിയിൽ വന്നിട്ടുണ്ടല്ലോ മുമ്പ്. എന്താ പിടിച്ചെടുത്തത്? അന്നൽ മുറാദ, ഇവന് സഫറിൽ വെച്ച് ഒരു ദിവസം കൊണ്ട് അയ്യാമുൽ ഹജ്ജ് അല്ല കുറേ ദിവസത്തെ കിട്ടും എന്ന് പറഞ്ഞില്ലേ? ആ കുറേ എന്ന് പറഞ്ഞാൽ അയ്യാമുൽ ഹജ്ജി, ഹജ്ജിന്റെ ദിവസമാണ്. വഖദ്റഹ ബിമാ യഖ്റുബു മിമ്മാ ഖദ്റഹ ബിഹി ഫിൽ മജ്മൂഇ, എന്നിട്ട് കണക്കും പറഞ്ഞു അയ്യാമുൽ ഹജ്ജ് എത്രയെന്ന്. ബിമാ യഖ്റുബു മിമ്മാ ഖദ്റഹ ബിഹി ഫിൽ മജ്മൂഇ, മജ്മൂഇൽ പറഞ്ഞ അതേ അളവ് അയ്യാമുൽ ഹജ്ജ്. ഇത് പറയുമ്പോൾ അയ്യാമുൽ ഹജ്ജ് കിട്ടണമെന്നാണ് പറയുന്നത്. അയ്യാമുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് ചോദിച്ചു. അത് മജ്മൂഇൽ പറഞ്ഞത് എത്ര? മാബൈന സവാലി സഹാബീദിൽ ഹിജ്ജ വസവാലി സാലിസ അശറഹു, മബ്നിയാക്കൽ നിർബന്ധമാണ്. സാലിസ അശറ ഹു വേറെ ഇലാഫത്തും കൂട്ടണം ഇതിൽ ഹജ്ജിലേക്ക്. അപ്പം എന്താവും? സാലിസ അശറ എന്ന് പറഞ്ഞത് മബ്നിയാക്കൽ ഉജൂബാണെന്ന് ഇബ്നു ഖാസിം 2ാം ജുസ് 94 നസാക്കി പറഞ്ഞല്ല. 10ന്റെ മേലെ മബ്നിയാണ് 1ാം ജുസും 2ാം ജുസും. ഒന്നും തൊടാനേ പറ്റൂല പോലും. സാലിസ അശറ റാബിയ അശറ, നമസ്കാരത്തിൻ്റെ നിയമം പറഞ്ഞെടുത്ത് അർക്കാനുസ്സലാത്തി സാലിസ അശറ അവിടെ പറയുന്നു. അറാബിയ അശറ അൽ ഖാമിസ അശറ അസാദിസ അശറ എല്ലാം 1ാം ജുസും 2ാം ജുസും 10ന്റെ മേലെ മബനിയാണ്. അത് 2ാം ജുസ് 94 ആ ചർച്ച. അപ്പം എത്രയാ വേണ്ടത് ഇവിടെ? അയ്യാമുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ അതായിരിക്കും 6 ദിവസം. 6 അത് നേരത്തെ ഇറങ്ങിപ്പോകാത്തവർക്ക്, 13ന്റെ ഏറും കഴിഞ്ഞിട്ട് പോകുന്നവർ, അതല്ലേ ഏറ്റവും അക്മലായ പുറപ്പെടല്. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി, ഫമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. 13ന് തീർന്നിട്ട് പോകുന്നതല്ലേ സുന്നത്ത്. അവരെ സംബന്ധിച്ചാ പറഞ്ഞത് 6 ദിവസത്തെ ചെലവാണ് എവിടെ സമ്പാദിക്കേണ്ടത്? സഫറിൽ
സാധിക്കണ്ട. ആ വക്കാന വജുഹു ഏത്തിബാരി സവാരി സാബിഹി വമാ ബഅദഹു. അത് 7 എന്ന് പരിഗണിക്കാൻ കാരണം 8 അല്ലേ? 7 ആക്കിയതെന്തേ? അവിടെ എല്ലാം അഫ്ളൽ ഉദ്ദേശിച്ചവർക്കാണിത്. എന്താ അഫ്ളൽ? അന്നഹു യഖുദു ഹീനഇദിൻ, 7-ാം ദിവസത്തിൽ അവൻ ആരംഭിക്കും ഫിസ്തിമായി ഖുത്ബത്തുൽ ഇമാമി ബഅസ്ബാബി തവജ്ജുഹി. എന്താ? മിനയിലേക്ക് പുറപ്പെടാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും എപ്പോൾ നടത്തും? 7-ന്. ഇമാമിൻ്റെ ഖുത്ബയും എപ്പോഴാണ്? 7-നാണ്. പുറപ്പെടൽ 8-നാണെങ്കിലും ശരി. അറേഞ്ച്മെൻറ്റുകൾ എപ്പോഴാണ്? അതുകൊണ്ടാണ് 7 പറയാൻ കാരണം. 8 പോരാ. അതെ, ഇല മിന. യാ കൊണ്ട് എഴുതിയാൽ മിന, തൻവീൻ പറ്റൂല. അലിഫ് കൊണ്ട് എഴുതുന്നുണ്ടെങ്കിൽ തൻവീൻ നിർബന്ധം. മിനൻ. അലിഫ് കൊണ്ട് എഴുതുന്നെങ്കിൽ തൻവീൻ ഇടണം. യാ കൊണ്ട് എഴുതുന്നുണ്ടെങ്കിൽ തൻവീൻ ഇല്ലാതെ ഗൈർ മുൻസരിഫാക്കണം. മിന. പിന്നെ 13 എന്താ എണ്ണാൻ കാരണം? സാലിസ അശറ 13 പരിഗണിച്ചതെന്തേ? ഓന് അഫ്ളൽ ഉദ്ദേശിച്ച ആളായതുകൊണ്ട് 13ൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാലേ അവൻ പോകുള്ളൂ. അതല്ലേ ഹജ്ജിൽ ഏറ്റവും ബറാബറായ ഹജ്ജ്. 13ന് ഉള്ള ഡ്യൂട്ടിയും കൂടെ കഴിഞ്ഞിട്ട് പോക്ക്. വേണമെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാം 12-ന്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ട. അപ്പം 5 ദിവസമല്ല, എത്ര തന്നെ? വഹുവ ഇഖാമത്തുഹു ബിമിന, അല്ലെങ്കിൽ ബിമിനൻ. അവൻ എവിടെ തങ്ങി നിൽക്കുക? മിനയിൽ. വവാളിഹുൻ അന്നഹു ലാ ബുദ്ദ മഅ ദാലിക മിൻ ഖുദ്റത്തിഹി അലാ മുനതി അയ്യാമി സഫരിഹി ഇലാ മക്ക ദഹാബൻ വറുജുവാ. ഈ 6 ദിവസത്തെ ചെലവൊപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? അത് അവർക്ക് മുറാദല്ല. ഇതിന് പുറമെ ഈ ജോലിയിൽ കൂടിയോ മറ്റ് സമ്പാദ്യത്തിൽ കൂടിയോ എന്തും കൂടി ഉണ്ടായിരിക്കണം. 6 ദിവസത്തെ ഭക്ഷണവും പാർപ്പിടവും മതിയാ? പോയി വേണ്ടത് അത് എന്തിൽ നിന്ന് കിട്ടിയാലും മതി. കസ്ബിൽ നിന്ന് അല്ലെങ്കിൽ എന്തും മതി. അതുപോലെ പറഞ്ഞിട്ടില്ല. ഇത് മാത്രമുള്ളവർക്ക് ഹജ്ജ് വാജിബ് എന്നല്ല മസല. പിന്നെ ആ പോയി വരാനുള്ള ദഹാബ് ഇയാബിൻ്റെ ചെലവ് ഒന്നിക്കൽ സഫറിൽ നിന്ന് തന്നെ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ എങ്ങനെ? അഡീഷനായിട്ട് ഇവൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് കൊണ്ട് എങ്ങനെയും അതും കൂടി ഉണ്ടെങ്കിലേ എന്താവുള്ളൂ. വെറും 6 ദിവസത്തെ ഉണ്ണാനും ഉറങ്ങാനും വിശ്രമിക്കാനുമുള്ള ചെലവുണ്ടായാൽ പോകണം എന്ന് പറയോ? ഇല്ല. വഖർജ ബി ഖൗലിന അവലി, നമ്മളെ കൗലി കൊണ്ട് പുറപ്പെട്ടു. എന്താ കൗലി? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേന്ന് അവൽ. ആ കൗലി കൊണ്ട് പുറത്തുപോയി. നേരത്തെ പറഞ്ഞതല്ല, മുസന്നിഫിൻ്റെ അവൽ. ആ ഇല്ലേ? എന്ത് പോയി? ഖുദ്റത്തുഹു അലാ യക്തസിബ ബഅദഹു. ഇനിയുള്ള ദിവസങ്ങളിൽ ജോലിയെടുക്കാൻ സാധിക്കും. പുറപ്പെടുന്ന ദിവസം വെറും പട്ടിണി പാവം. ഔ ഫിൽ ഹദരി, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആദ്യമേ ഒരുക്കി വെക്കാൻ പറ്റും. മയഫീഫിൽ കുല്ലി, വേണ്ടവോളം കുറേ അങ്ങോട്ടെത്തിയാൽ കിട്ടും. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ സംഭരിക്കാൻ കിട്ടും. എന്നാ ഉജുവാവോ? ഇല്ല. എന്തേ? സമൂഹവും കസുറ സഫർ ഔത്താല. സഫർ നീണ്ടാലും ശരി. എന്താ കാരണം? അസ്നവിക്കെതിരായിട്ട്. അസ്നവി പറയുന്ന അങ്ങനെയൊന്നല്ല പോലും പോകണം. അസ്നവി പറഞ്ഞതിന് മാറ്റം നമ്മൻ പറഞ്ഞതെടുക്ക്. എന്തേ പുറത്തുപോയി എന്ന് പറയാൻ കാരണം എന്നെ തഹസീല സബബിൽ ഉജൂബിലായിട്ട് ഏതെങ്കിലും രൂപത്തിൽ ഉജൂബിലേക്ക് എത്തിക്കൽ നമ്മൾക്ക് നിർബന്ധമുണ്ടാകും. അപ്പോൾ ഹദറിൽ വെച്ച് എങ്ങനെയെങ്കിലും തെണ്ടി നടന്നിട്ട് പണം ഉണ്ടാക്കിയിട്ട് ഹജ്ജിന് ഉജൂബ് നമ്മൾ ഉണ്ടാക്കി തീർക്കല. ഈജാദിൽ ഉജൂബല്ലേ അത്? അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതേപോലെ പൈസ ഇല്ലാണ്ട് സഫറിന് ഇറങ്ങിയിട്ട് യാത്രയിൽ വെച്ച് തെണ്ടിയിട്ട് ഉജൂബിൻ്റെ അഹിലായി മാറൽ നിർബന്ധം ഉണ്ടാവില്ല.
ഒമിൻ സമ അതുകൊണ്ടാണല്ലോ നഖലൽ ജൂറിയോ അല്ലാമ ജൂറി നഖൽ ചെയ്തു. ജൂറി 5302 ഇതാരാ ആള് എന്നുള്ളത്. നഖലൽ ഖവാർസ്മിയു എന്നാണ് ഈ സ്ഥലത്ത് നിഹായിലുള്ളത്. ഇതിലെന്തെന്നെ പറയുന്നുണ്ട് ജൂറി. എങ്കിൽ ഈ ജൂറിയായ ഇമാം ഏത് 5302 വക്കാലത്തിൻ്റെ ബാബിൽ വഖാലഫഹു അൽ ജൂറി. ജൂറി എന്ന് പറഞ്ഞാൽ ആര്? വിളമ്മി അവലിഹി ജൂർ എന്ന നാട് നൈസാബൂറിലുണ്ട് അങ്ങനത്തെ സ്ഥലം, പേർഷ്യയിലുണ്ട് സ്ഥലം ജൂർ. പിന്നെ ലമ്മ് കൊണ്ടും ഫത്ത് കൊണ്ടും വായിക്കേണ്ട ഇബാറത്ത് വേറെ ഉണ്ട്, അത് ജൂർ. അത് ഇസ്ഫഹാനിൽ അങ്ങനെ ഒരു നാടുണ്ട്, എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. 302 നോക്കിയാൽ മതി വേണമെങ്കിൽ. ഇമാം ആര്? ജൂറി. അവരെന്താ പറഞ്ഞത്? നാട്ടിൽ നിന്ന് തന്നെ ഏതെങ്കിലും രൂപത്തിൽ സാധു റാഹിലത്ത് സജ്ജമാക്കി വെക്കലെന്നില്ല. വുജൂബ് ആയിരം കജിഞ്ഞു പോകാന്നല്ലാണ്ട് എങ്ങനെങ്കിലും നയിച്ച് 4 ഭാഗത്തും നടന്നു നോക്കണം. ഉദീമേലും പറഞ്ഞിട്ട്